പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപത്തിൻ്റെ കൈമാറ്റമാണിത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്നത് വിശ്വാസ നിക്ഷേപമാണ്. ഇന്ന് നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കയറുകയാണ്. ഇന്നത്തെ ക്ലാസ് വളരെ നീണ്ട ക്ലാസ്സാണ്, അതുകൊണ്ട് വേഗം നമ്മൾ ക്ലാസ്സിലേക്ക് കയറുകയാണ്. നമ്മുടെ മതബോധന പഠന കളരി കൂടുതൽ വേഗത്തിൽ പുരോഗമിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വേഗം ക്ലാസ്സിലേക്ക് കയറുകയാണ്. പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ മതബോധന പഠനത്തിൻ്റെ വലിയ രഹസ്യം നമ്മൾ സാധാരണ എടുത്ത് പ്രാർത്ഥിക്കാറുള്ള ഒരു വചനത്തിലൂടെ തുടങ്ങുകയാണ്. 2565. ഇതാണ്: പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. 2565. ആ ഒരാരംഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാം, നമ്മൾ ആരംഭിക്കാം. ഇന്നത്തെ ക്ലാസ് വളരെയധികം പ്രാധാന്യമുള്ള ക്ലാസ്സാണ്. ഇന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള കാറ്റക്കിസത്തിൽ നമ്മൾ പലപ്പോഴും 1124 പല രീതിയിലും നമ്മൾ ഓർക്കേണ്ടതാണ്. അതിലെ പ്രധാന ഒരു പ്രമേയം ലെക്സ് ഒറാൻഡി ലെക്സ് ക്രെഡൻഡി, പ്രാർത്ഥനയുടെ നിയമം, വിശ്വാസത്തിൻ്റെ നിയമം. ലെക്സ് ഒറാൻഡി, പ്രാർത്ഥനയുടെ നിയമം. ലെക്സ് ക്രെഡൻഡി, ഇതൊക്കെ അതിനോടനുബന്ധിച്ചുള്ള 3 സൈഡ് പാരഗ്രാഫുകളുണ്ട്. അതുകൊണ്ട് നീണ്ട പ്രബോധനമാണ്. പരവി നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രവചനത്തിനായിട്ട് കാതോർക്കാം. ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനപരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുക. എന്റെ വാത്സല്യഭാചനങ്ങളെ, എന്റെ ശക്തമായ കരങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഒന്നും നിങ്ങളെ തളർത്തരുത്. പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും, എന്നാൽ അവയുടെ മുകളിൽ ചവിട്ടിക്കയറാൻ, അവയെ പരാജയപ്പെടുത്തുന്ന ഉയർപ്പിന്റെ ശക്തി നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എന്റെ ഉത്ഥിതനായ വ്യക്തിത്വമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഉത്ഥാനത്തിന്റെ ശക്തി സകല പരാജയങ്ങളുടെ മേലും വിജയം നേടുന്ന ശക്തിയാകുന്നു. വിശ്വസിക്കുവിൻ, എന്നിലേക്ക് തിരിയുവിൻ, എന്നിലേക്ക് തിരിയുവിൻ, എന്നിലേക്ക് തിരിയുവിൻ. ലോകത്തിൻ്റെയോ മനുഷ്യരുടെയോ വാക്കുകളോ അവരുടെ ചിന്തകളിലേക്കോ അവരുടെ ബോധ്യങ്ങളിലേക്കോ അവരുടെ പ്രബോധനങ്ങളിലേക്കോ തിരിയാതെ എന്നിലേക്ക് തിരിയുവിൻ. എന്നെ മുറുക്കെ പിടിക്കുവിൻ. എന്റെ ശക്തി നിങ്ങളിൽ പ്രസരിക്കട്ടെ, എന്റെ ശക്തി നിങ്ങളിൽ പ്രസരിക്കട്ടെ, എന്റെ വിവേകം നിങ്ങളിൽ പ്രസരിക്കട്ടെ, എന്റെ വിശുദ്ധി നിങ്ങളിൽ പ്രസരിക്കട്ടെ, സർവോപരി എന്നിലുള്ള വിശ്വാസം നിങ്ങളിൽ പ്രസരിക്കട്ടെ, എന്റെ പ്രാർത്ഥനാശക്തി നിങ്ങളിൽ പ്രസരിക്കട്ടെ, എന്റെ ആത്മീയ വീര്യം നിങ്ങളിൽ പ്രസരിക്കട്ടെ. നിങ്ങൾ എന്റെ ശാഖകളാണ്, നിങ്ങൾ എന്റെ ശാഖകളാണ്. നിങ്ങളെ ഒന്നിനും തളർത്തുക സാധ്യമല്ല. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, ഞാൻ നിങ്ങളിൽ തന്നെയുണ്ട്, നിങ്ങൾ എന്നിലുമുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. ജ്വലിക്കുവിൻ, 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 ജ്വലിക്കുവിൻ. ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. താങ്ക് യു ജീസസ്.
Thank you, Jesus. Praise the Lord. Hallelujah. Hallelujah. തുടർന്ന് ഈ പ്രവചനത്തിൻ്റെ സ്ഥിരീകരണമായിട്ട് ഇതാണ് രോഗസൗഖ്യം. ഒരാളുടെ ഇടത്തെ കാലിൻ്റെ പാദം, ആ പാദത്തിന് ഉള്ളിൽ, അതായത് കാലിൻ്റെ അടിയിൽ പാദത്തിനുള്ളിൽ ഒരു പരുക്ക്, കാലെവിടെയോ മുട്ടി പരിക്കേറ്റതാണ്. അത് പഴുത്തു, അത് വ്രണമായി. അത് കർത്താവ് സുഖപ്പെടുത്തുന്നു. ഇടത്തെ കാലിൻ്റെ അടിയിൽ ഒരു പരുക്ക്, അത് പഴുത്ത് വ്രണമായി, അത് കർത്താവ് സുഖപ്പെടുത്തുന്നു. വളരെ കൃത്യമായി കാണിച്ചു തരികയാണ് കർത്താവ്. ഓ നന്ദി കർത്താവേ, അങ്ങയുടെ ഈ വെളിപ്പെടുത്തലിനും ഈ ദർശനത്തിനും, അത് ഈ കർത്താവിൻ്റെ അത്യത്ഭുതകരമായ ശക്തിയിൽ വിശ്വസിക്കുന്നതിന് ഇന്നത്തെ പ്രവചനം അടയാളമാക്കി തന്നിരിക്കുന്നു. ഇന്നത്തെ പ്രവചനത്തിൻ്റെ അടയാളം ശരമക്കുറക്കിര, ഞാൻ സൗഖ്യം നൽകുന്ന കർത്താവാകുന്നു, ഞാൻ ശക്തനാകുന്നു, എൻ്റെ സർവാധിത ശക്തിയിൽ വിശ്വസിക്കുവിൻ. ആ വ്യക്തി ഇത് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുവിൻ. അതോടൊപ്പം മറ്റൊരു സൗഖ്യം, അത് എലിവേദനയാണ്. എലിവേദന സൗഖ്യപ്പെടുത്തുന്നു. എലിക്ക് ഭയങ്കര വേദനയായിട്ട് ഇരിക്കാനും കിടക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്ന അവസ്ഥയിൽ സൗഖ്യം, എലിവേദന. ഇനി മൂന്നാമതൊന്ന്, തലയിലൊരു കുരു, തലയിൽ ഒരു ചെറിയ കുരു, ഒരു കടലയുടെ വലുപ്പത്തിലുള്ളൊരു കുരു. അതിങ്ങനെ തടയാം, പക്ഷെ അതിപ്പോൾ കാണാനില്ല. അതിപ്പോൾ തടയുമ്പോൾ നോക്കുമ്പോൾ കാണുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും കർത്താവിൻ്റെ അത്ഭുത ശക്തിയുടെ പ്രസരണത്തെ സൂചിപ്പിക്കുകയാണിതെല്ലാം. അതുകൊണ്ട് ഈ സാക്ഷ്യങ്ങൾ ഇതിപ്പോൾ തന്നെ ചിലർക്ക് ചിലപ്പോൾ സാക്ഷ്യപ്പെടുത്താൻ പറ്റിയേക്കും. ഈ ഗ്രൂപ്പിൽ തന്നെ ഉള്ളവർക്കുണ്ടാകാം, അല്ലെങ്കിൽ പിന്നീട് സാക്ഷ്യപ്പെടുത്തുക. എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക, 00919447196033. ഉടനെ ക്ലാസ്സിലേക്ക് കയറുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ കൂദാശകൾ എന്ന ഭാഗത്ത് 1124 നമ്പറാണ്. ലെക്സ് ഒറാൻഡി ലെക്സ് ക്രെഡെൻഡി, കത്തോലിക്ക സഭയുടെ മതബോധന പുസ്തകത്തിൻ്റെ പേജ് നമ്പർ 290, 1124. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ക്ഷണിക്കപ്പെടുന്ന വിശ്വാസിയുടെ വിശ്വാസത്തിന് മുൻപേ ഉള്ളതാണ് സഭയുടെ വിശ്വാസം. പ്രൈസ് ദ ലോർഡ്. കേട്ടോ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ക്ഷണിക്കപ്പെടുന്ന വിശ്വാസിയുടെ, അതായത് ഓരോ വിശ്വാസിയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് ക്ഷണിക്കപ്പെടുന്ന വിശ്വാസിയുടെ വിശ്വാസത്തിന് മുൻപേ ഉള്ളതാണ് സഭയുടെ വിശ്വാസം. കൂദാശകൾ അനുഷ്ഠിക്കുമ്പോൾ അപ്പസ്തോലന്മാരിൽ നിന്ന് സ്വീകരിച്ച വിശ്വാസത്തെ സഭ ഏറ്റുപറയുന്നു. കൂദാശകൾ അനുഷ്ഠിക്കുമ്പോൾ അപ്പസ്തോലന്മാരിൽ നിന്ന് സ്വീകരിച്ച വിശ്വാസത്തെ സഭ ഏറ്റുപറയുന്നു. അതാണ് വിശ്വാസ പ്രമാണം. അങ്ങനെയാണ് പുരാതനമായ ഈ ചൊല്ലുണ്ടായത്. പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിന്റെ നിയമം. ലെക്സ് ഒറാൻഡി ലെക്സ് ക്രെഡെൻഡി. ക്രെഡെൻഡി എന്ന് വെച്ചാൽ ക്രെഡോ, ഓറ പ്രാർത്ഥന, ഒറേൻഡി. ലെക്സ് ഒറാൻഡി ലെക്സ് ക്രെഡാൻഡി, പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിന്റെ നിയമം. അഥവാ അക്യുത്തേനിലെ പ്രോസ്പറിന്റെ 5-ാം നൂറ്റാണ്ടിലാണത്. 5-ാം നൂറ്റാണ്ട്. പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിന്റെ നിയമമാണ്. സഭ പ്രാർത്ഥിക്കുന്നത് പോലെ വിശ്വസിക്കുന്നു. വിശുദ്ധവും സജീവവുമായ
പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് ആരാധനാക്രമം. ഡൈവർബം 8 DV8. വിശുദ്ധവും സജീവവുമായ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് ആരാധനാക്രമം. ഇപ്പോൾ നമ്മൾ ആരാധനാക്രമത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് കിഴക്കിൻ്റെ വെളിച്ചത്തിലൊക്കെ ധാരാളം പഠിച്ചതാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിൻ്റെ നിയമത്തെ സ്ഥാപിക്കുന്നു. വിശ്വാസത്തിൻ്റെ നിയമമാണ് സഭ പ്രാർത്ഥിക്കുന്നത് പോലെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും വിശ്വാസവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. വിശ്വാസത്തിൽ വളർന്നാൽ മാത്രമേ പ്രാർത്ഥനയ്ക്ക് ശക്തിയുള്ളൂ, പ്രാർത്ഥിക്കുന്നതിൽ ഉള്ള ആ കരുത്തുള്ളൂ. അതാണ് ഈശോ പറഞ്ഞത്, നിനക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നീ എന്ത് ചോദിച്ചാലും ലഭിക്കും, നീ പ്രാർത്ഥിക്കുന്നത് എന്തും ലഭിക്കും. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കട്ടെ. പലപ്പോഴും നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് സംഭവിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താ? നമ്മുടെ വിശ്വാസം സഭയുടെ വിശ്വാസവുമായിട്ട് ഒന്നായിട്ടില്ല. സഭയുടെ വിശ്വാസത്തെ മുറുക്കെ പിടിക്കുന്നില്ല. സഭയുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമല്ല. പലപ്പോഴും പലരും മറ്റ് പല അടിസ്ഥാനങ്ങളിലുമാണ് പണിതുയർത്തപ്പെടുന്നത്. അവരുടെ മനസ്സിലുള്ളതോ അവർ കേട്ടുകേൾവിയിലുള്ളതോ അല്ലെങ്കിൽ ചില പ്രത്യേക പുണ്യാന്മാരുടെ പ്രബോധനത്തിൽ അടിസ്ഥാനമിട്ടിട്ടുള്ളതോ അതൊന്നും സഭയുടെ പ്രബോധനം ആകണമെന്നില്ല. അതാണ് സഭയുടെ വിശ്വാസത്തിൽ അടിസ്ഥാനമിടുമ്പോൾ നമ്മളൊരു വലിയ പവർ ഹൗസുമായിട്ട് കണക്ഷനാണ്, വലിയൊരു പവർ ഹൗസാണത്. അപ്പോൾ ഇതിന് ഉപോത്ബലകമായിട്ടാണ് ഇതിനോട് ചേർന്നുള്ള മറ്റ് ഖണ്ഡികകൾ. ആദ്യമായിട്ട് 166 ഖണ്ഡിക, ഞങ്ങൾ വിശ്വസിക്കുന്നു. 166 വിശ്വാസത്തിൻ്റെ വകുപ്പിൻ്റെ ആദ്യ ഭാഗമാണ്. ആദ്യം ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. കണ്ടോ, വകുപ്പിൻ്റെ ആദ്യമുള്ളത് ഞാൻ വിശ്വസിക്കുന്നു, അതിനുശേഷം ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസം വ്യക്തിപരമായ ഒരു പ്രവൃത്തിയാണ്. വിശ്വാസം വ്യക്തിപരമായ ഒരു പ്രവൃത്തിയാണ്. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മുൻകൈയെടുക്കലിന് മനുഷ്യൻ നൽകുന്ന സ്വതന്ത്ര പ്രത്യുത്തരമാണ് വിശ്വാസം. കണ്ടോ, വിശ്വാസം വ്യക്തിപരമായ ഒരു പ്രവൃത്തിയാണ്. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മുൻകൈയെടുക്കലിന് മനുഷ്യൻ നൽകുന്ന സ്വതന്ത്ര പ്രത്യുത്തരമാണ് വിശ്വാസം. എന്നിരുന്നാലും ഒറ്റപ്പെട്ട ഒരു പ്രവൃത്തിയല്ല വിശ്വാസം. ആർക്കും തനിയെ ജീവിക്കാൻ കഴിയാത്തതുപോലെ ആർക്കും തനിയെ വിശ്വസിക്കാനും കഴിയുകയില്ല. ആരും തനിക്ക് തന്നെ ജീവൻ നൽകുന്നില്ല, അതുപോലെ തനിക്ക് തന്നെ വിശ്വാസവും നൽകുന്നില്ല. ആരും തനിക്ക് തന്നെ ജീവൻ നൽകുന്നില്ല, അതുപോലെ തനിക്ക് തന്നെ വിശ്വാസവും നൽകുന്നില്ല. വിശ്വാസി മറ്റുള്ളവരിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് അയാൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വേണം. യേശുവിനോടും മനുഷ്യരോടും നമുക്കുള്ള സ്നേഹം നമ്മുടെ വിശ്വാസത്തെപ്പറ്റി മറ്റുള്ളവരോട് സംസാരിക്കാൻ നമ്മെ നിർബന്ധിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. യേശുവിനോടും മനുഷ്യരോടും നമുക്കുള്ള സ്നേഹം നമ്മുടെ വിശ്വാസത്തെപ്പറ്റി മറ്റുള്ളവരോട് സംസാരിക്കാൻ നമ്മെ നിർബന്ധിക്കുന്നു. ഇങ്ങനെ ഓരോ വിശ്വാസിയും വിശ്വാസികളുടെ വലിയ ശൃംഖലയുടെ ഒരു കണ്ണിയാണ്. ഇങ്ങനെ ഓരോ വിശ്വാസിയും വിശ്വാസികളുടെ വലിയ ശൃംഖലയുടെ ഒരു കണ്ണിയാണ്. മറ്റുള്ളവരുടെ വിശ്വാസത്താൽ ഉത്തേജിതനാകാതെ വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ വിശ്വാസം കൊണ്ടും മറ്റുള്ളവരുടെ വിശ്വാസ ജീവിതം ഞാൻ പരിപോഷിപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. കണ്ടോ,
യേശുവിനോടും മനുഷ്യരോടും നമുക്കുള്ള സ്നേഹം നമ്മുടെ വിശ്വാസത്തെ പറ്റി മറ്റുള്ളവരോട് സംസാരിക്കാൻ നമ്മെ നിർബന്ധിക്കുന്നു. ഇങ്ങനെ ഓരോ വിശ്വാസിയും വിശ്വാസികളുടെ വലിയ ശൃംഖലയുടെ ഒരു കണ്ണിയാണ്. ഇത് CCC 166 നമ്മൾ കഠേന ഔറയ എന്ന് പറഞ്ഞ പോലെ ഒരു സുവർണ കണ്ണികൾ ചേർന്നിട്ടുള്ളതാണ്. മറ്റുള്ളവരുടെ വിശ്വാസത്താൽ ഉത്തേജിതനാകാതെ വിശ്വസിക്കാൻ എനിക്ക് കഴിയുകയില്ല. അതാണ്. അപ്പോൾ സഭയാകുന്ന ആ ദൈവജനത്തിൽ മാർപ്പാപ്പ, പിതാക്കന്മാർ, അങ്ങനെ വിശ്വാസത്തിൻ്റെ പൊതുവായിട്ടുള്ള മറ്റുള്ളവരുടെ വിശ്വാസത്താൽ ഉത്തേജിതനാകാതെ വിശ്വസിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. എൻ്റെ വിശ്വാസം കൊണ്ട്, കണ്ടോ, ഇവിടെയാണ് നമ്മളുടെ എൻ്റെ വിശ്വാസം കൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസ ജീവിതം ഞാൻ പരിപോഷിപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മളൊരാൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സഭയുടെ വിശ്വാസത്തിൽ അടിസ്ഥാനമിടുകയാണെങ്കിൽ, അതിലൂടെ മറ്റുള്ളവരുടെ വിശ്വാസ ജീവിതം പരിപോഷിപ്പിക്കുന്നു. അടുത്തത് 1327 വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള, വിശുദ്ധ കുർബാനയിലാണ് ഇതിൻ്റെ എല്ലാം പൂർത്തീകരണം എന്നാണ് 1327. ചുരുക്കത്തിൽ കുർബാന നമ്മുടെ വിശ്വാസത്തിൻ്റെ ആകത്തുകയും സംക്ഷിപ്ത രൂപവുമാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ചിന്താഗതി കുർബാനയ്ക്ക് അനുസൃതമാകുന്നു. പകരം കുർബാന നമ്മുടെ ചിന്താഗതിയെ ഉറപ്പിക്കുന്നു. 138 വിശുദ്ധ ഇറേനിയൂസ്. നമ്മുടെ ചിന്താഗതി വിശുദ്ധ കുർബാനയ്ക്ക് അനുസൃതമാകുന്നു. പകരം കുർബാന നമ്മുടെ ചിന്താഗതിയെ ഉറപ്പിക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഴുവനും അച്ചുതണ്ടെന്ന കോണമാണ് വിശുദ്ധ കുർബാന. ചുരുക്കത്തിൽ കുർബാന നമ്മുടെ വിശ്വാസത്തിൻ്റെ ആകത്തുകയാണ്, ആകത്തുകയും സംക്ഷിപ്തവുമാണ്. അപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് എങ്ങനെയാണോ അവിടെ നമുക്ക് മനസ്സിലാകാം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം എന്താണെന്ന്. ചിലവർ അത് കാണാൻ പോകുന്നു, വിശുദ്ധ കുർബാന കാണാൻ പോകുന്നു, പോയി പെട്ടെന്ന് ഓടി തിരിച്ചു വരുന്നു. എന്ത് കിട്ടി എന്തായെന്നൊരു ഐഡിയ ഇല്ല. നമ്മളതെല്ലാം ഒരുപാട് പഠിച്ചു കഴിഞ്ഞതാണിപ്പോൾ. അതുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും വിശുദ്ധ കുർബാന അർപ്പണം തന്നെ വളരെ അനുഭവമാണ്. തുടർന്ന് അടുത്തത് 78ാമത്തെ ഖണ്ഡികയാണ്. 78 സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ്. 78 ഡൈവർബം 8 നിന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാന പ്രബോധനം. വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് വ്യതിരിക്തമെങ്കിലും അതുമായി ഗാഢബന്ധമുള്ളതും പരിശുദ്ധാത്മാവിൽ നിർവഹിക്കപ്പെടുന്നതുമായ സുവിശേഷത്തിൻ്റെ സജീവമായ ഈ പകർന്നു കൊടുക്കൽ പാരമ്പര്യം എന്നറിയപ്പെടുന്നു. നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ പഠിച്ചു എന്താണ് പാരമ്പര്യം എന്നതിനെക്കുറിച്ച്. അതായത് ഉത്ഥിതനായ ക്രിസ്തുവിനെ നേരിട്ട് കണ്ട അപ്പസ്തോലന്മാർ, ആ ഉത്ഥിതനായ ക്രിസ്തുവിൽ നിന്ന് അവർക്ക് ലഭിച്ച അനുഭവം, അതാണ് പാരമ്പര്യം. കണ്ടോ, അതിന് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് വ്യതിരിക്തമെങ്കിലും അതുമായി ഗാഢബന്ധമുള്ളതും. വിശുദ്ധ ലിഖിതം തന്നെ അന്ന് ആരും എഴുതിയതല്ല. ഈശോയുമായിട്ട് ഒരുമിച്ച് ജീവിച്ചപ്പോൾ ആരും ഒന്നും എഴുതിയിട്ടില്ല. അതിനുശേഷം വളരെയധികം നാൾ കഴിഞ്ഞിട്ട് എഴുതിയതാണത്. അപ്പോൾ എങ്ങനെയാണ് അവരത് എഴുതിയത്? അതും പാരമ്പര്യത്തിൽ നിന്ന് തന്നെയാണ്. പാരമ്പര്യത്തിൽ നിന്ന് എഴുതി. എന്നാൽ ആ എഴുതിയതിൽ കൂടുതലാണ് പാരമ്പര്യം. അതാണ് വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് വ്യതിരിക്തമെങ്കിലും
അതുമായി ഗാഢബന്ധമുള്ളതും പരിശുദ്ധാത്മാവിൽ നിർവഹിക്കപ്പെട്ടതുമായ സുവിശേഷത്തിൻ്റെ സജീവമായ ഒരു പകർന്നുകൊടുക്കൽ പാരമ്പര്യമെന്നറിയപ്പെടുന്നു. പാരമ്പര്യം വഴി സഭ താൻ എന്തായിരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അത് മുഴുവനും തൻ്റെ വിശ്വാസ പ്രബോധനത്തിലും ജീവിതത്തിലും ആരാധനയിലും സനാതനമാക്കുകയും അവളുടെ എല്ലാ തലമുറകൾക്കും കൈമാറുകയും ചെയ്യുന്നു. ഡൈവർബം 8. വിശുദ്ധ പിതാക്കന്മാരുടെ, അതാണ് സഭാപിതാക്കന്മാർ, വിശുദ്ധ പിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ ഈ പാരമ്പര്യത്തിൻ്റെ ജീവദായക സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കുകയും സഭയുടെ ആചാരത്തിലും ജീവിതത്തിലും അവളുടെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഈ പാരമ്പര്യ സമ്പത്ത് എങ്ങനെ ചൊരിയപ്പെടുമെന്ന് കാണിച്ചു തരികയും ചെയ്യുന്നു. അതും ഡൈവർബം 8 തന്നെയാണ്. അപ്പം ഈ പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇതിനെ വിശുദ്ധ പാരമ്പര്യം എന്നാണ് സാധാരണ നമ്മൾ അറിയാറുള്ളത്. വിശുദ്ധ പാരമ്പര്യം എന്നത് ഉത്ഥിതനായ ഈശോ അപ്പസ്തോലന്മാരോട് കൂടെ ഉത്ഥാനത്തിന് ശേഷം 40 ദിവസം അവരോടുകൂടെ ജീവിച്ചു. ഈശോ അവരെ പലതും പഠിപ്പിച്ചു. ഈശോ എങ്ങനെയാണ് സഭ നയിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് അന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തു. അതനുസരിച്ച് അവരങ്ങ് ജീവിക്കുകയായിരുന്നു. അതന്ന് ആരും എഴുതി വച്ചൊന്നുമില്ല, അവരതങ്ങ് ജീവിച്ചു. ആ ജീവിത ശൈലിയാണ് യഥാർത്ഥമായ സമ്പത്ത്, ആ ജീവിത ശൈലി. എന്നാൽ അതിൽ നിന്നും പലതും അവർ എഴുതി വച്ചു. അതാണ് ലിഖിത സുവിശേഷം. എന്നാൽ പലതും എഴുതിയിട്ടില്ല, മുഴുവൻ എഴുതിയിട്ടില്ല. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഈശോ പറഞ്ഞതായിട്ടുണ്ട്. ഉദാഹരണത്തിന് യോഹന്നാന്റെ സുവിശേഷത്തിലെ 13, 14, 15, 16, 17 ഈ 5 അധ്യായങ്ങളും ഒരു വൈകുന്നേരത്തെ കാര്യമാണ്. അന്ത്യത്താഴത്തിൻ്റെ അന്നത്തെ വൈകുന്നേരത്തെ കാര്യമാണ്. അത് 5 അധ്യായങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ ഓരോ ദിവസങ്ങളിലും നടന്നിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് മുഴുവൻ എഴുതാണെങ്കിൽ എന്തെല്ലാം ആയിരുന്നേനെ. അതാണ് വിശുദ്ധ ലിഖിതത്തിൽ നിന്നും വ്യതിരിക്തമെങ്കിലും അതുമായി ഗാഢബന്ധമുള്ളതും പരിശുദ്ധാത്മാവിൽ നിർവഹിക്കപ്പെടുന്നതുമായ സുവിശേഷത്തിൻ്റെ സജീവമായ ഒരു പകർന്നു കൊടുക്കൽ തന്നെയാണ് പാരമ്പര്യം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് ബൈബിളിൽ എവിടെ എഴുതിയേക്കണേ, ബൈബിളിൽ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അതിനെ തിരസ്കരിക്കരുത്. അതാണ് കത്തോലിക്ക സഭയിൽ ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ ഇല്ലാത്തതുണ്ട്. അതുകൊണ്ട് അതാണ് നമ്മുടെ സഭയുടെ പ്രത്യേകത. ബൈബിളിൽ എഴുതാത്തത് വളരെയധികം കാര്യങ്ങൾ സഭയിൽ ഉണ്ട്. അത് വിശുദ്ധ പാരമ്പര്യത്തിൽ നിന്നുള്ളതാണ്. അത് വിശ്വസിക്കണം നമ്മൾ. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ തലമുറകളായിട്ട് കൈമാറ്റപ്പെട്ടിരിക്കുന്നത് അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. അപ്പം അതെല്ലാം ഇപ്പോൾ പിന്നീട് മതബോധന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതെല്ലാം നമ്മളിവിടെ പാരമ്പര്യം വഴി സഭ താൻ എന്തായിരിക്കുകയും, അതാണ് ഒന്ന്, സഭ താൻ എന്തായിരിക്കുകയും നമ്പർ 1. നമ്പർ 2, എന്ത് വിശ്വസിക്കുകയും ചെയ്യുന്നുവോ, അതാണ് നമ്പർ 2. അത് മുഴുവനും വിശ്വാസ പ്രബോധനത്തിലും, അതാണ് വിശ്വാസ പ്രബോധനം. നമ്മൾ എന്തെങ്കിലും പഠിപ്പിച്ചാൽ പോരാ, സഭയുടെ ആധികാരിക വിശ്വാസ പ്രബോധനത്തിന് മുൻതൂക്കം കൊടുക്കണം. ജീവിതത്തിലും ആരാധനയിലും സനാതനമാക്കുകയും അവരുടെ എല്ലാ തലമുറകൾക്ക് കൈമാറുകയും ചെയ്യുന്നു.
വിശ്വാസ പ്രബോധനം ഒന്ന്, ജീവിതം ആരാധന മൂന്ന്. ഇത് സനാതനമാണ്. അത് നമ്മളിൽ ഒരു പ്രാവശ്യം ആഴമായി ലയിച്ചാൽ അത് ഒരിക്കലും മാറുന്നില്ല. അത് അനന്തതയാണ്. അത് നമ്മുടെ ജീവിതം കഴിഞ്ഞാലും, ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞാലും പരലോകത്തിൽ നിലനിൽക്കുന്നതാണത്. സനാതനമാണ്. സനാതനമാക്കുകയും അവരുടെ എല്ലാ തലമുറകൾക്കും കൈമാറ്റം ചെയ്യുന്നു. അതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് നമ്മുടെ യുവതലമുറകളും ഭാവി തലമുറകളും വഴിതെറ്റിപ്പോകുന്നു? കാരണം നമ്മളത് കൈമാറുന്നില്ല. നമ്മളത് കൈമാറണമെങ്കിൽ നമ്മൾ തന്നെ അതിൽ ഗാഢമായി വേരുറയ്ക്കണം. എന്തെങ്കിലും വിശ്വാസം പോരാ. സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിൽ നമ്മൾ, ഇത് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് പല രീതിയിൽ പറഞ്ഞ് ചെയ്യുന്നതാണ്. ഇപ്പം അത് കറക്റ്റ് പ്രബോധനത്തിൽ വന്നിരിക്കുന്നു. ഞാൻ കുറേ ദിവസങ്ങളായിട്ടത് പറയുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ തലമുറകൾ വിശ്വാസത്തിൽ വളരുന്നില്ല? അതിന് കാരണം നമ്മുടെ തന്നെ വിശ്വാസം സഭയുടെ ആധികാരിക പ്രബോധനത്തിൻ്റെ അടിസ്ഥാനമാണെങ്കിൽ അത് പടരുള്ളൂ. അല്ലെങ്കിൽ അത് പടരില്ല. പടരാനുള്ള ശക്തി ഇല്ല. അതിൽ പ്രസരണ ശക്തി ഇല്ല. അത് പ്രസരിക്കില്ല. മറിച്ച് സഭയുടെ വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുകയും, അത് എഴുതിയിട്ടില്ലല്ലോ, എവിടെ എഴുതിക്കണു? CCC 78. ഓക്കെ 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 CCC 78 എഴുതിയിരിക്കുന്നു. അപ്പം അതിനാണ് നമ്മുടെ കയ്യിൽ ഈ പുസ്തകം ഉണ്ടാകണം. സ്നേഹമുള്ളവർ, ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ പുസ്തകം ഇല്ലാത്തവർ അത് വാങ്ങണം. നിവൃത്തിയില്ലാത്തവർക്ക് ഇതിൻ്റെ PDF അയച്ചു തരാം. എന്നിട്ടത് നിങ്ങൾ അവിടെ പ്രിൻ്റ് എടുത്താൽ മതി. പക്ഷേ ഇത് നിങ്ങളുടെ കയ്യിൽ വേണം. അതിൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ മലയാളവും ഇംഗ്ലീഷും വേണം. കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നവർ ഇത് ഇംഗ്ലീഷിലും കൂടി വയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി. അത് ഇംഗ്ലീഷിലും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു പ്രത്യേക ആനന്ദമാണ്. ഒരാനന്ദമാണത്. അതായത് സഭയുടെ നൂറ്റാണ്ടുകളിലൂടെ സഭ വിശ്വസിച്ചു വരുന്ന ആ പാരമ്പര്യം നമ്മൾ പഠിക്കുകയും അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പൂർണ്ണമായി നമ്മൾ സമ്മതിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ അകത്ത് വിശ്വാസത്തിൻ്റെ ഒരു ജ്വലനമുണ്ടാകും. അത് താനെ പടർന്നോളും മറ്റുള്ളവരിലേക്ക്. CCC 162 സഭയുടെ പ്രബോധനം രൂഢമൂലമാക്കണം. ആ 5 പോയിന്റുള്ളതല്ലേ അത്? 5 പോയിന്റ് അതല്ല, 5 പോയിന്റ്. അപ്പം ഇവിടെ ഈ 78ൻ്റെ മധ്യഭാഗം ഇതാണ്. വിശ്വാസ പ്രബോധനത്തിലും, അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ക്ലാസ് എടുക്കാൻ നമ്മൾ വിളിച്ചാൽ നമ്മൾ നോട്ടൊക്കെ ഉണ്ടാക്കി എഴുതിയാൽ പോരാ. അത് വിശ്വാസ പ്രബോധനത്തിൽ നിന്ന് ഒരു കോട്ടെങ്കിലും വേണം. ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ചെയ്യണം. നമുക്ക് സുവിശേഷം എടുക്കാം, സുവിശേഷത്തിൽ നിന്ന് ആരംഭിക്കാം. അതോടൊപ്പം അതിന് ചേർക്കുന്ന സഭയുടെ പ്രബോധനം കൂടി ഒരുമിച്ച് പോകണം. തുടർന്ന് എഴുതിയിരിക്കുന്നതും വീണ്ടും ഡൈവർബത്തിൽ നിന്ന് തന്നെയാണ്. വിശുദ്ധ പിതാക്കന്മാരുടെ പ്രബോധനം. അതാണ് നമ്മൾ പഠിക്കുന്ന കറ്റേന ഔറയായിൽ സഭാപിതാക്കന്മാർ, അവരെയാണ് വിശുദ്ധ പിതാക്കന്മാരുടെ പ്രബോധനം എന്ന് പറയുന്നത്. ആദിമ സഭയിൽ ഏതാണ്ട് 8 നൂറ്റാണ്ട് കാലത്തോളം ഉള്ള, ശരിക്കും 7 നൂറ്റാണ്ട് കാലത്ത് കംപ്ലീറ്റും പിന്നെ 8-ാം നൂറ്റാണ്ടിലെ ചിലരും സഭാപിതാക്കന്മാരെന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ വിശുദ്ധ പിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇത് രണ്ടും പഠിക്കുന്നവരാണ്. ഒരു വശത്ത് നമ്മൾ
കാറ്റക്കിസം പഠിക്കുന്നു, അതിലൂടെ പാരമ്പര്യം പഠിക്കുന്നു. മറുവശത്ത് വൈകുന്നേരം നമ്മൾ കറ്റേനാവറയ പഠിക്കുന്നു. അത് സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ. അതാണ് ഇവിടെയും പറയുന്നത്. വിശുദ്ധ പിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ ഈ പാരമ്പര്യത്തിൻ്റെ ജീവദായക സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കുകയും, അതായത് അവരുടെ കാലഘട്ടമാണ് ജീവദായക സാന്നിധ്യം. അതായത് പല പിതാക്കന്മാരും, ആദിമസഭാപിതാക്കന്മാരിൽ പലരും ഈ പാരമ്പര്യത്തിൻ്റെ വക്താക്കളാണ്. അതായത് അപ്പസ്തോലന്മാരിൽ നിന്ന് നേരിട്ട് അത് സ്വീകരിച്ച് അവരുടെ അതാണ് ഇവിടെ പറയുന്നത്, പാരമ്പര്യത്തിൻ്റെ ജീവദായക സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കുകയും ആ പാരമ്പര്യത്തിൻ്റെ ലിവിങ് വിറ്റ്നസ്സുകളായിരുന്നു. ലിവിങ് വിറ്റ്നസ്. സഭയുടെ ആചാരത്തിലും ജീവിതത്തിലും അവരുടെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഈ പാരമ്പര്യ സമ്പത്ത് എങ്ങനെ ചൊരിയപ്പെടുന്നുവെന്ന് കാണിച്ചു തരികയും ചെയ്യും. ഇതിനെക്കുറിച്ച് നമുക്ക് വളരെ അഭിമാനമാണ്. നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ പഠിച്ചതാണ് പാരമ്പര്യ സമ്പത്ത്. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഇന്നത്തെ 1124 എല്ലാ കംപ്ലീറ്റായി. 166 ഞങ്ങൾ വിശ്വസിക്കുന്നു. 1327 വിശുദ്ധ കുർബാനയാണ്. പിന്നെ 78 പാരമ്പര്യം. അപ്പോൾ വീണ്ടും നമ്മൾ 1124 തിരിച്ചു വരുമ്പോൾ എന്താണ് പ്രധാന ഭാഗം? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ക്ഷണിക്കപ്പെടുന്ന വിശ്വാസിയുടെ വിശ്വാസത്തിന് മുൻപേ ഉള്ളതാണ് സഭയുടെ വിശ്വാസം. അപ്പോൾ സഭ എന്താണ് വിശ്വസിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നതെന്നും സഭയുടെ വിശ്വാസം തന്നെ നമ്മളുടെ ഉള്ളിലൂടെ പ്രസരിക്കണം. നമ്മൾ സഭയുടെ ഒരു അവയവമാണ്, മുന്തിരിച്ചെടിയും ശാഖയും. അതാണ് അങ്ങനെ കൂദാശകൾ അനുഷ്ഠിക്കുമ്പോൾ അപ്പസ്തോലന്മാരിൽ നിന്ന് സ്വീകരിച്ച വിശ്വാസത്തെ സഭയേറ്റു പറയുന്നു. അതാണ് വിശ്വാസ പ്രമാണം. അങ്ങനെ പുരാതനമായ ഈ ചൊല്ലുണ്ട്. എന്താണ് ഈ ചൊല്ല്? പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിൻ്റെ നിയമം. ലെക്സ് ഒറാൻഡി ലെക്സ് ക്രെഡേന്റി. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിൻ്റെ നിയമത്തെ സ്ഥാപിക്കുന്നു. പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിൻ്റെ നിയമമാണ്. സഭ പ്രാർത്ഥിക്കുന്നത് പോലെ വിശ്വസിക്കുന്നു. വിശുദ്ധവും സജീവവുമായ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് ആരാധനാക്രമം. അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് സാധാരണ പ്രാർത്ഥനയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സഭയുടെ ആരാധനാക്രമം മുഴുവനും വളരെ വലിയ ഒരു സമ്പത്താണ്. വരുവിൻ, നമുക്കിവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു എവരിബഡി. ഗോഡ് ബ്ലെസ് യു.